എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളുടെ പുറകെ വരും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് 3 ടാരോട്ട് കാർഡുകളാണ് നൽകിയിരിക്കുന്നത്. 3 കാർഡുകളിൽ നിങ്ങൾ ഉള്ള റീഡിങ് നിങ്ങൾ അറിയുക. ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ടാരോട്ട് കാർഡാണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളുടെ പുറകെ വരും എന്നുള്ളതാണ്. ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സ്ഥിരതയെയും വിശ്വസ്തതയെയും സൂക്ഷിക്കുന്നു, പ്രായോഗികത എന്നിവയെ പ്രതികരിക്കുന്നു. അതായത് പ്രായോഗികമായ ഒരു ജീവിത തീരുമാനം ആ വ്യക്തി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ പുറകെ തന്നെ വരേണ്ടി വരും, അല്ലാതെ രക്ഷയില്ല. ഈ കാർഡ് ഓരോ വ്യക്തിയുടെയും ദൈനംദിന ജീവിത ചുമതലകളെയും കഠിനാധ്വാനത്തെയും ഉത്തരവാദിത്വത്തെയുമാണ് പ്രതികരിക്കുന്നത്. അതായത് ആ വ്യക്തി ഒരു ഒഴുക്കിനങ്ങോട്ട് പോവുകയാണ്. ആ പോക്ക് അധികം നാൾ നടക്കില്ല. ആരുടെയോ ചിന്ത അനുസരിച്ച്, ആരുടെയോ യുക്തി അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആ വ്യക്തിക്ക് അധികകാലം അങ്ങനെ പോകാൻ കഴിയില്ല. തീരുമാനം കൃത്യമായിട്ട് എടുക്കേണ്ടി വരും. പെൻറ്റക്കിൾസ് ഒരു കറുത്ത കുതിരപ്പുറത്ത് കൃഷിയിടത്തിൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഫാമിലോ കൃഷിയിടത്തിലോ കുതിരപ്പുറത്തിരിക്കുന്ന പെൻറ്റക്കിൾസിനെയാണ് നിങ്ങൾ കാണുന്നത്. മറ്റ് നെറ്റുകൾ സാഹസികതയിലേക്ക് പോകുമ്പോൾ ഈ നെറ്റ് വീട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിച്ച് ഭാവി തയ്യാറാക്കാൻ ശ്രമിക്കുന്നു. അതായത് ഒരാൾ പുറത്തേക്കൊന്നും പോകാതെ മറ്റാരുടെയോ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ആ വ്യക്തി മടിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് ചില തടസ്സങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ പുറകെ വരും, അതിനുള്ള തുടക്കമായി കഴിഞ്ഞു എന്നാണ്. ദീർഘകാല ലക്ഷ്യങ്ങളിലേക്ക് വ്യക്തി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെ മുഴുവനായിട്ട് ചിന്തിച്ചപ്പോൾ നിങ്ങളാണ് ശരിയെന്നുള്ള ബോധ്യത്തിലേക്ക് ആ വ്യക്തി എത്തും. ആ വ്യക്തി തിരിച്ചു വരും. ആ വ്യക്തിയുടെ നിലനിൽക്കുന്ന നിലപാട് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. പ്രായോഗികതയും വിശ്വസ്തതയും കഠിനാധ്വാനവും ക്ഷമയും ഒക്കെ ആ വ്യക്തിയുടെ സ്വഭാവത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ ആ വ്യക്തി വിട്ടുപോകുന്നത്. അല്ലാതെ ആ വ്യക്തിക്ക് നിങ്ങളോട് ദേഷ്യം, വൈരാഗ്യം ഒന്നുമില്ല. ആ വ്യക്തി കൃത്യമായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. ഈ നിങ്ങളെ നഷ്ടപ്പെടുന്ന കാര്യത്തിന് നിങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തി നടക്കുന്ന കാര്യങ്ങളൊക്കെ പാഴായി മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ആ വ്യക്തി മനസ്സിലാക്കാനിരിക്കുന്നതാണ്. ആ വ്യക്തിയുടെ സാമ്പത്തിക നിലയിൽ ചെറിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഠിനാധ്വാനത്തിലൂടെ ആ വ്യക്തി കൂടുതൽ ലക്ഷ്യം കൈവരിക്കുന്നുണ്ട്. അതിനിടയിൽ നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ദുഃഖം ആ വ്യക്തിയിലുണ്ട്. ആത്മീയമായിട്ട് ആ വ്യക്തി ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇപ്പോൾ ഭൗതികതയുടെ പുറകെ നടക്കുകയാണ്. ആത്മീയതയിലേക്ക് ആ വ്യക്തി വരുമ്പോൾ തന്നെ നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനാണ് സാധ്യത. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിലവിൽ വരുന്നുണ്ട്. നിങ്ങളെ അവഗണിക്കുന്നു എന്നുള്ള ഒരു കുറ്റബോധം ആ വ്യക്തിയിൽ വന്നു കഴിഞ്ഞു. ആ അവഗണന ഒഴിവാക്കി കൃത്യമായിട്ട് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഏതായാലും ഭൗതികതയുടെ പുറകെ പോയ ഒരു മടുപ്പ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ മടുപ്പ് ഉടൻ മാറും. കൃത്യമായി നിങ്ങൾക്കും ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആഴത്തിലുള്ള വികാരങ്ങൾ ആ വ്യക്തികളെ പിന്തുടരുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആഴത്തിലാണ്. ഒരുപക്ഷെ നിങ്ങളോട് തുടക്കത്തിൽ വെളിപ്പെടുത്തിയിട്ടൊരു സ്നേഹം കാണിക്കുന്നില്ലെങ്കിലും വിരോധമില്ലാത്തൊരാകർഷണം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. അവർ നിങ്ങൾക്ക് പിന്നാലെ വരുമ്പോൾ അത് വളരെ സാന്ത്വനകരമായ രീതിയിലായിരിക്കും. അമിതമായി നടന്നു കയറാതെ വിശ്രമിച്ചും കരുതലോടെയും ഉള്ള സമീപനങ്ങളാണ് ആ വ്യക്തി കാണിക്കാൻ പോകുന്നത്. അതായത് ആ വ്യക്തി നിങ്ങളുടെ പുറകെ എത്തും എന്ന് നാം പറയുമ്പോഴും ഇപ്പോൾ എത്താതിരിക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സ് ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അവർക്ക് സ്വന്തമായി ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പല ആളുകളും അവരെ തെറ്റായ രീതിയിൽ ഉപദേശിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളിൽ നിന്ന് അകന്നത്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. അവർ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളാണ് ശരിയെന്നത് പഠിച്ചു. ഇപ്പോൾ ധൈര്യവും കരുതലും ആ വ്യക്തിക്ക് കൈവന്നിരിക്കുന്നു. അതില്ലാതെ വന്നപ്പോഴാണ് നിങ്ങളിൽ നിന്നകുന്നത്. ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ പറയുന്നത്. ആഴത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അവരെ കുറേ കാലമായിട്ട് തന്നെ പിന്തുടരുകയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിച്ച് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒന്നും ഭയപ്പെടാനില്ല. ആ വ്യക്തി നിങ്ങളുടെ പുറകെ വരുമെന്നുള്ളത്
വരും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരി. ആ വ്യക്തി നിങ്ങളുടെ പുറകെ വരിക തന്നെ ചെയ്യും. ഇതിനു മുൻപ് ആ വ്യക്തിക്ക് നിങ്ങളുടെ പുറകെ വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആശയക്കുഴപ്പങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. അതാണ് ഈ മൂണെന്ന് പറയുന്നത്. മൂണെന്ന് പറയുന്നത് ചന്ദ്രൻ ആശയക്കുഴപ്പത്തെയും തെളിച്ചമില്ലാത്ത പ്രകൃതിയെയൊക്കെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. അവർക്ക് അവരുടെ വ്യക്തിപരമായ വികാരങ്ങൾ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആശയക്കുഴപ്പവും സംശയവും ഉണ്ടായിരുന്നു നിങ്ങളിൽ. ഇപ്പോൾ അതെല്ലാം മാറി ആ വ്യക്തി കൃത്യമായിട്ട് വരും നിങ്ങളുടെ പുറകെ. മുമ്പ് ഭയവും അനിശ്ചിതത്വവും അവരുടെ മനസ്സിൽ നിലനിന്നിരുന്നു. അത് മാറിയിരിക്കുന്നു. അത് മാറി കൃത്യമായ ഒരു പാതയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഇതുവരെ നിങ്ങളുടെ അടുത്ത് അവർ വരാതിരുന്നതിൻ്റെ കാരണം അവരിൽ നിങ്ങളെക്കുറിച്ചുള്ള ചില സംശയങ്ങളുണ്ടായി. അവർ നിങ്ങളുടെ സമീപത്തുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ വികാരങ്ങൾ ഒരുപക്ഷെ മുൻപ് നിങ്ങളുടെ അടുത്തല്ലായിരുന്നു. അത് ഇപ്പോഴാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവബോധം ഉണ്ടായത്. അതിൽ നിന്നാണ് അവർ നിങ്ങളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമോ എന്ന ചോദ്യം ഇപ്പോൾ വ്യക്തമായി നമ്മൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അടുത്തുണ്ടായിരുന്നിട്ടും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ടായിരുന്നു. അവിടെയാണ് പ്രസക്തമാവുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ കൂടെ ഉള്ള ആളല്ലേ പിന്നെ എങ്ങനെ പുറകെ വരുന്ന? മനസ്സുകൊണ്ട് ഒരുപാട് മറ്റ് യാത്രകൾ ആ വ്യക്തി നടന്നിരുന്നു. ഇപ്പോൾ അത് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു. ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരികെ എത്തുന്നു. ഹൃദയത്തിൽ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കുറച്ച് ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ടായി. ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളോ ഒരു പ്രതിസന്ധിയോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയോ പ്രശ്നമോ ഉണ്ടായതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ സംശയത്തോടെ കണ്ടിരിക്കാം. ഇപ്പോൾ ആ പ്രതിസന്ധി മാറിയിരിക്കുന്നു. നിങ്ങൾക്കും ആ വ്യക്തിക്കും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.